അങ്ങേയറ്റം സന്തോഷകരമായിട്ടുള്ളൊരു തീരുമാനമാണ് ഇപ്പോൾ പാർട്ടി ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. ഈ ഘട്ടത്തിൽ കഴിഞ്ഞ 3.5-4 വർഷക്കാലമായിട്ട് ഊർജ്ജസ്വലമായി അഭിമാനകരമായിട്ട് പാർട്ടിയെ നയിച്ച കേരളത്തിലെ കോൺഗ്രസ് അധ്യക്ഷൻ കെ സുധാകരൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ പാർട്ടി ഹൈക്കമാൻഡ് അങ്ങേയറ്റം വിലമതിക്കുന്നു. നമുക്കറിയാം, കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി പലപ്പോഴും വേട്ടയാടാൻ ശ്രമിച്ചപ്പോഴും അവരുടെ മാളങ്ങളിൽ ചെന്ന് കോൺഗ്രസിൻ്റെ പതാക ഉയർത്തിപ്പിടിക്കാൻ നേതൃത്വം കൊടുത്ത ധീരനായ നേതാവാണ് സുധാകരൻ. പാർട്ടിക്ക് ഏറ്റവും വലിയ അസറ്റാണ് അദ്ദേഹം. അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളെയെല്ലാം പാർട്ടി ഹൈക്കമാൻഡ് അങ്ങേയറ്റം സന്തോഷത്തോടെ വിലമതിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ മാറ്റത്തിൽ കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ സ്ഥിരം ക്ഷണിതാവായിട്ട് പാർട്ടി ഹൈക്കമാൻഡ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ പുതിയ പ്രസിഡൻ്റായിട്ട് വന്ന സണ്ണി ജോസഫ്, നമുക്കറിയാം, സുധാകരന് ശേഷം കണ്ണൂരിലെ കോൺഗ്രസിനെ നയിക്കാൻ അന്ന് പാർട്ടി നിയോഗിച്ച ആളായിരുന്നു. വളരെ ചിട്ടയായിട്ടുള്ള സംഘടനാ പ്രവർത്തനങ്ങൾക്ക് പേരുകേട്ട ആളായിരുന്നു. കണ്ണൂരിലെ പാർട്ടി പ്രവർത്തകർക്കറിയാം, 6 വർഷക്കാലത്തോളം കണ്ണൂർ DCC പ്രസിഡന്റ് എന്ന നിലയിൽ വളരെ അഭിമാനകരമായ പ്രവർത്തനം കാഴ്ചവെച്ച ഒരു സംഘടനാപരമായിട്ടുള്ള ആർജവമുള്ളൊരു നേതാവിനെ തന്നെയാണ്